ഈ ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കുന്ന അവസാന വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഇപ്പൊ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ജസ്റ്റിസ് വാസ് സെർവ് ടു മൈ മോം. ആൻഡ് ആദ്യ വീഡിയോ ഇട്ട സമയത്ത് തൊട്ട് പിന്നെ രണ്ടാമത് അതിന്റെ റിസൾട്ട് വീഡിയോ ഇട്ടപ്പോഴെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നൊരു വാം വെൽക്കമിങ് ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ ഒരുപാട് ആഗ്രഹിച്ചു അമ്മയ്ക്ക് ആ തിരിച്ച പോസ്റ്റിംഗ് കിട്ടണം എന്നുള്ളതിനെ പറ്റിയിട്ട് ആഗ്രഹിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് സോ ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതിന്റെ ഇടയിൽ ഒരുപാട് ചീത്തവിളികൾ ഉണ്ടായിരുന്നു. മറ്റേ കുലംകുത്തി എന്ന് വിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, പല സംഭവങ്ങളുണ്ടായിരുന്നു. ആൾക്കാർ വന്ന് ചോദിച്ചു, CPM-ന്റെ ഔദാര്യങ്ങൾ കുറെ നക്കിയതല്ലേ അമ്മയും മോളും, എന്നിട്ട് പിന്നെ പാർട്ടിയെ കുറ്റം പറയുന്നു. എന്ത് ഔദാര്യമാണ് നക്കിയെന്നുള്ളത് എനിക്കൊന്ന് അറിയണമായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന പോലെ ഭർത്താവില്ലാത്തൊരു സ്ത്രീ ഇന്നും സൊസൈറ്റിയിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്തൊക്കെ നമ്മൾ പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭർത്താവില്ലാതിരിക്കുന്ന സമയത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന് നിന്നു കൊടുക്കാതിരുന്നതിന്റെ പേരിലുള്ള ടോർച്ചർ. CM-ന്റെ ഓഫീസിൽ ഒരാൾക്കെതിരെ കംപ്ലൈന്റ് വന്നപ്പോഴത്തേക്ക് അതിന്റെ അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്ത സ്ഥലത്തും ടോർച്ചർ. ആ ട്രാൻസ്ഫർ ചെയ്ത സ്ഥലത്ത് ടോർച്ചർ ചെയ്ത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ആ സമയത്ത് അമ്മയ്ക്ക് അവിടെ നിന്ന് ഒരാൾക്കെതിരെ പോഷാ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരുന്നു. ആ കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ ഡീഗ്രേഡഡ് ആയിട്ട്, അതായത് ഒരു CI ഒരു SI എടുത്ത് പോയി സല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ പോസ്റ്റിൽ ഡീഗ്രേഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതും ഇന്ന് കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്കിൽ വരുന്ന ഒരാൾക്കാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നതെന്ന് ആലോചിച്ച് നോക്കണം. സർക്കാർ സർവീസ് ഏറ്റവും നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ച് ഒരുപാട് യങ്സ്റ്റേഴ്സ് ആണ് PSCയുടെ പുറകെ നടക്കുന്നത്. ആ സമയത്ത് ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഈ ടോപ്പ് മോസ്റ്റ് റാങ്കിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെയും പ്രശ്നങ്ങൾ ഒരുപാടാണ് നമ്മൾ ജസ്റ്റിസിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. പിണറായി വിജയൻ സർക്കാരിന്റെ ഫസ്റ്റ് ടേമില് അമ്മ CM-ന്റെ ഓഫീസിലെ CM-ന്റെ സെക്രട്ടറിയുടെ ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്ന ഒരാളാണ്. ആ സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെ ആ ഹാളിൽ കൂടെ നടന്നു വരുമ്പോഴത്തേക്ക് CM-ന്റെ റൂമിൽ നിന്ന് ഇറങ്ങി കോൺഫറൻസ് ഹാളിലേക്ക് ജസ്റ്റ് ഒരു 60 മീറ്റർ നടന്നു വരുന്ന ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് നടന്നു വരുമ്പോഴത്തേക്ക് ആരും കോറിഡോറിൽ നിൽക്കാനേ പാടില്ല. അതിന്റെ സൈഡിലൊക്കെ ഓഫീസുകളാണ്. ആ ഓഫീസുകളിലൊന്നും ആരും പുറത്തിറങ്ങി ഡോറിന്റെ പുറത്ത് നിൽക്കാൻ പാടില്ല. ഡോർ അടച്ചകത്തിരിക്കണം. കാരണം എന്താ? CM നടന്നു വരുന്നു. ഒരു ഈച്ച പോലും ചലിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിന്ന ഓഫീസ് ഇന്ന് ജനങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ജനകീയമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. CM-ന്റെ ഓഫീസിൽ ഓരോ തവണ കയറുമ്പോഴും വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളുമായിട്ട് നിന്നതുകൊണ്ട് നടന്നില്ല. It is filled with people. That person is just standing there dealing cases, talking to people, and this is just amazing. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്റെ അപ്പൻ ഉണ്ടായിരുന്നു. അപ്പൻ മരിക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. ആ ടൈമില് ഞാൻ ക്ലിഫ് ഹൗസിനകത്ത് പോയി പുള്ളി രാത്രി കഞ്ഞി കുടിച്ച് എഴുന്നേറ്റ് വന്ന് ഫയല് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എന്റെ അടുത്ത് വളരെ കാര്യമായി സംസാരിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോ എനിക്ക് തോന്നുന്നു ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് CPM സപ്പോർട്ടേഴ്സ് ആയിട്ട് നിന്നു. പക്ഷെ എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഇഷ്ടം പോലെ പണി. പക്ഷെ കമ്മ്യൂണിസം എന്നും ഉള്ളിൽ തന്നെ കാണും. അത് മാറില്ല. കമ്മ്യൂണിസം അല്ല ഇപ്പോൾ ഉള്ളവർ കാണിക്കുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ ക്ലിയർ ആയി പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കേസ് എന്തായാലും വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് ഓഫ് ഭയങ്കര വെൽക്കമിങ്ങും ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ഓരോ ദിവസവും ഓരോ കമന്റിലൂടെയും അറിയിച്ചത്. അതിന്റെ ഇടയ്ക്ക് കുറെ പേര് ചീത്ത വിളിക്കാനുണ്ടായിരുന്നുണ്ടെങ്കിലും അതൊന്നും തളർത്തിയില്ല. അവസാനം ഫൈനലി പ്രോപ്പർ ആ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തി. താങ്ക് ഗോഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു VD സതീശൻ സർ ആൻഡ് ഹിസ് ഓഫീസ്, പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ദിസ് മാൻ ഡിസേർവ്സ് ദിസ് സോങ് മോർ ദാൻ എനിവൺ എൽസ്.